നമസ്കാരം. ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം. യുഎഇയുടെ ചരിത്രത്തിൽ സുവർണ അധ്യായം കുറിച്ചുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ ഇന്ന് രാവിലെ അബുദാബിയിലെത്തി. ഇന്ന് പുലർച്ചെ 5:34 ഫുജേറയിൽ നിന്ന് പുറപ്പെട്ട ഈ കന്നി സർവീസ് കേവലം 1 മണിക്കൂറും 45 മിനിറ്റും കൊണ്ടാണ് യാത്ര പൂർത്തിയാക്കിയത്. സ്റ്റേഷനുകളിൽ നിന്ന് മറ്റ് ഗതാഗത മാർഗങ്ങളിലേക്ക് മികച്ച കണക്ടിവിറ്റി ഉറപ്പാക്കുമെന്ന് ഇത്തിഹാദ് റെയിൽ അറിയിച്ചു. വർണ്ണാഭമായ ആഘോഷങ്ങളോടെയാണ് ആദ്യ യാത്രക്കാരെ അബുദാബിയിൽ വരവേറ്റത്. ട്രെയിൻ യാത്രയ്ക്കപ്പുറം യാത്രക്കാർക്ക് സുഗമമായ മറ്റ് യാത്രാ സൗകര്യങ്ങൾ കൂടി ഉറപ്പാക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് ഇത്തിഹാദ് റെയിൽ മൊബിലിറ്റി കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അദ്ര അൽ മൻസൂരി അറിയിച്ചു. പ്രവാസി ക്ഷേമ ബോർഡിന് 2026 ജനുവരി വരെ ലഭിച്ച പെൻഷൻ അപേക്ഷകളിൽ ഭൂരിഭാഗവും ഇനിയും പ്രോസസ് ചെയ്യാൻ ബാക്കിയാണ്. പ്രവാസി മലയാളികളുടെ സാമൂഹിക സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനും അവർക്കുള്ള ക്ഷേമ പദ്ധതികൾ ഏകോപിപ്പിക്കുന്നതിനുമാണ് കേരള പ്രവാസി ക്ഷേമ ബോർഡ് രൂപീകരിച്ചത്. നിലവിൽ 18 വയസ്സിനും 60 വയസ്സിനുമിടയിൽ പ്രായമുള്ള പ്രവാസി മലയാളികൾക്ക് ക്ഷേമനിധിയിൽ അംഗത്വത്തിന് അർഹതയുണ്ട്. 2026 മെയ് വരെയുള്ള കണക്കുകൾ പ്രകാരം ക്ഷേമനിധിയിൽ ഏകദേശം 9.5 ലക്ഷം അംഗങ്ങളും 94,666 പെൻഷൻകാരുമുണ്ട്. വിദേശത്ത് താമസിക്കുന്ന അംഗങ്ങൾക്ക് 3,500 രൂപയും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും തിരികെ നാട്ടിലെത്തിയവർക്കും 3,000 രൂപയുമാണ് ഏറ്റവും കുറഞ്ഞ പ്രതിമാസ പെൻഷൻ. പെൻഷൻ ഉപഭോക്താക്കൾ എല്ലാ വർഷവും മാർച്ചിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. നേരിട്ട് ഹാജരാകാൻ സാധിക്കാത്തവർ ഇന്ത്യയിലാണെങ്കിൽ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും വിദേശത്താണെങ്കിൽ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുമാണ് സമർപ്പിക്കേണ്ടത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൃത്യമായി നൽകിക്കൊണ്ടിരുന്ന പെൻഷൻ മുടങ്ങിയിട്ട് 1.5 മാസത്തിലേറെയായി. പുതിയ സർക്കാർ അധികാരത്തിലേറിയിട്ടും പ്രവാസികളുടെ ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. പെൻഷൻ തുക ഉയർത്തണമെന്ന നിർദ്ദേശവും ശക്തമായി ഉയരുന്നുണ്ട്. സൗദി അറേബ്യയിൽ വർക്ക് പെർമിറ്റ് കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കാത്ത പ്രവാസി തൊഴിലാളികൾക്കെതിരെ കടുത്ത നടപടിയുമായി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം. വർക്ക് പെർമിറ്റ് കാലാവധി കഴിഞ്ഞ് 3 മാസത്തിലധികമായ തൊഴിലാളികളെ തൊഴിലുടമയുടെ റെക്കോർഡുകളിൽ നിന്ന് ജൂലൈ 1 മുതൽ ഔദ്യോഗികമായി നീക്കം ചെയ്യും. മന്ത്രാലയത്തിന് കീഴിലുള്ള ക്യൂവ പ്ലാറ്റ്ഫോം വഴിയാണ് ഈ നടപടികൾ ആരംഭിക്കുന്നത്. സ്റ്റാറ്റസ് നിയമാനുസൃതമാക്കാൻ അനുവദിച്ച സമയപരിധി അവസാനിക്കാൻ ഇനി 2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. തൊഴിലുടമകൾക്ക് തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റുകൾ പുതുക്കുന്നതിനോ അതല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് മാറ്റുന്നതിനോ ഉള്ള അവസാന തീയതി നാളെയാണ്. എന്നാൽ കൃത്യമായ വർക്ക് പെർമിറ്റ് ഇല്ലാതെ തൊഴിലാളി ജോലി ചെയ്ത കാലയളവിലെ എല്ലാ സാമ്പത്തിക ബാധ്യതകൾക്കും നീക്കം ചെയ്യുന്ന തീയതി വരെ തൊഴിലുടമ തന്നെ ഉത്തരവാദിയായിരിക്കും. അതിനാൽ നിശ്ചിത സമയപരിധിക്ക് മുൻപ് തൊഴിലാളികളുടെ സ്റ്റാറ്റസ് ശരിയാക്കാൻ ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കണമെന്ന് ക്യൂവ തൊഴിലുടമകളോട് അടിയന്തരമായി ആവശ്യപ്പെട്ടു. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ വിജയകരമായി പൂർത്തിയായതിനു പിന്നാലെ 2027 ഹജ്ജ് സീസണിനായുള്ള മുൻകൂട്ടി തയ്യാറെടുപ്പുകൾക്ക് സൗദി അധികൃതർ തുടക്കം കുറിച്ചു. വരും വർഷങ്ങളിൽ തീർത്ഥാടകർക്ക് കൂടുതൽ മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ശക്തമായ പ്രവർത്തന ആസൂത്രണവും വിവിധ ഏജൻസികൾ തമ്മിലുള്ള മികച്ച ഏകോപനവും കൂടുതൽ സജ്ജീകരണങ്ങളും ഒരുക്കണമെന്ന് ഉദ്യോഗസ്ഥർ ശുപാർശ ചെയ്തു. ഹജ്ജ് ഉംറ കാര്യങ്ങൾക്കായുള്ള മക്ക പ്രിൻസിപ്പാലിറ്റി ഏജൻസിയും പിൽഗ്രിം എക്സ്പീരിയൻസ് പ്രോഗ്രാമിന്റെ ഹജ്ജ് പ്രൊജക്ട് മാനേജ്മെന്റ് ഓഫീസും സംയുക്തമായി സംഘടിപ്പിച്ച ത്രിദിന ചർച്ചാ യോഗങ്ങളിലാണ് ഈ നിർണായക നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നത്. തീർത്ഥാടകർക്ക് സേവനം നൽകുന്ന 60 സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. പ്രവർത്തന പദ്ധതികൾ മെച്ചപ്പെടുത്തുക, മുൻകരുതൽ നടപടികൾ ശക്തമാക്കുക, വിവിധ ഏജൻസികൾ തമ്മിലുള്ള പരസ്പര സഹകരണം ഉറപ്പാക്കുക എന്നിവയ്ക്കായിരുന്നു യോഗത്തിൽ മുൻഗണന നൽകിയത്. തീർത്ഥാടകർക്ക് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള സേവനം ഉറപ്പാക്കുന്നതിനോടൊപ്പം വരാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ മുൻകൂട്ടി കണ്ട് അവ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ചും ചർച്ചകൾ നടന്നു. വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്ന കുട്ടികൾക്ക് സുരക്ഷിതവും കുട്ടി സൗഹൃദവുമായ അന്വേഷണ അന്തരീക്ഷം ഒരുക്കുന്നതിനായി ബഹ്റൈനിൽ പബ്ലിക് പ്രോസിക്യൂഷൻ പുതിയ സംവിധാനം ആവിഷ്കരിച്ചു. കുട്ടികൾക്ക് ആവശ്യമായ മാനസികവും സാമൂഹികവുമായ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സേഫ് എക്സ്പ്രഷൻ ബോക്സ് എന്ന പദ്ധതിയാണ് ബഹ്റൈൻ ആരംഭിച്ചിരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിനും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നിയമ നടപടികൾ രാജ്യത്ത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ സംരംഭം. പബ്ലിക് പ്രോസിക്യൂഷന്റെ സോഷ്യൽ റിസർച്ച് വിഭാഗമാണ് ഈ നൂതന പദ്ധതി വികസിപ്പിച്ചെടുത്തത്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചിട്ടുള്ള മനഃശാസ്ത്ര രീതികളും
ആധുനിക ഉപകരണങ്ങളും ബഹ്റൈന്റെ നിയമ സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കഠിനമായ കേസുകളിൽ ഇരയാക്കപ്പെടുന്ന കുട്ടികൾക്ക് ഭയമില്ലാതെ തങ്ങളുടെ പ്രായത്തിന് അനുയോജ്യമായ രീതിയിൽ അനുഭവങ്ങൾ തുറന്നു പറയാൻ ഈ സംവിധാനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. 10 പെൺകുട്ടികളിൽ വിജയകരമായി പരീക്ഷണം നടത്തിയ ശേഷമാണ് ഈ പദ്ധതി ഔദ്യോഗികമായി രാജ്യത്ത് നടപ്പാക്കിയത്.